ഇല്ല കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സമയമായിട്ടും അഭി വരാത്തോണ്ട് എല്ലാവരും ആകെപ്പാ ടെൻഷനിലാണ്. എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല. മുല്ലപ്പൂ വാങ്ങാനെന്നും പറഞ്ഞു പോയതാ. പക്ഷേങ്കില് ഇത്ര സമയമായിട്ട് വന്നില്ല. ഈ സമയത്താണ് അഭി ആകെപ്പാ ടെൻഷനിലാണ്. കാരണം അഭിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്റെ ഒരു മോള് അത് എന്ത് ചെയ്യണമെന്നൊരു അറിയത്തില്ലാത്ത അവസ്ഥയെ കൂടെ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേങ്കില് അനഘയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യം എന്തായി തീരും. തനിക്ക് ഈ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ പോലും പറ്റില്ല. ഇനിയിപ്പം അനഘ മിക്കവാറും തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. താൻ ഇവിടുന്ന് മുങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്ന കാര്യമില്ല. അവൾ അനന്തപുരിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എല്ലാവരും കാര്യങ്ങളൊക്കെ അറിയും. എങ്ങനെ ഈ വിഷയം ഒന്ന് പരിഹരിക്കണ്ടേ എന്നറിയത്തില്ലാതെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടാണ് അഭി വീട്ടിലേക്ക് വരുന്നത്. വരാൻ പോലും തോന്നില്ല. ഒരു പക്ഷേങ്കില് വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെ എന്തായി തീരും അവസ്ഥകളൊക്കെ. ഒന്നാമത്തെ കാര്യം, നവ്യനെ ഡെലിവറിക്കായിട്ട് കൂട്ടിക്കൊണ്ട് പോണ സമയം കൂടെയാ. ഈ സമയത്ത് എന്തെങ്കിലും വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി താൻ അനന്തപുരിയിൽ നിന്ന് പുറത്താവുന്നുള്ള കാര്യം 100-150% ഉറപ്പാന്നുള്ള കാര്യം അബിക്ക് അറിയായിരുന്നു. അങ്ങനെ അബി ആകെപ്പാട് ടെൻഷൻ അടിച്ചാണ് വരുന്നത്. ഈ സമയത്ത് അബീനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശനൊക്കെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ അബിയാണെ ഒട്ട് കോളും എടുക്കുന്നില്ല. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, അവൻ ഏതെങ്കിലും എടാകൂടത്തിൽ പോയി ചാടിക്കാണുമായിരിക്കും. അവന്റെ സ്വഭാവമല്ലേ, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം. അപ്പോഴേക്കും ജലജ അങ്ങോട്ടേക്ക് വന്നു. ജലജയോട് പറഞ്ഞു, അല്ല നിന്റെ മോൻ എന്തിയേ, നീ വിളിച്ചിട്ട് എടുത്തില്ലെന്ന് ചോദിക്കണം. അത് പിന്നെ ഞാൻ വിളിച്ചിട്ട് അവൻ എടുത്തിട്ടില്ലെന്ന് പറയാം. എങ്ങനെ എടുക്കാനായിട്ടാ, അവന്റെ സ്വഭാവം അറിയാലോ. അവന് മിക്കവാറും എങ്ങോട്ടേലും മുങ്ങിക്കാണുമായിരിക്കും. അല്ലെങ്കിലും ഇത്രയും കാലമായി അവനൊരു അച്ഛനാവാൻ പോവാന്നുള്ള ചിന്തയെങ്കിലും അവന്റെ മനസ്സിലുണ്ടോ? അവൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചിട്ടുണ്ടോ? അതൊന്നും ഇല്ലാന്ന് പറയണം. നവ്യക്ക് ആകപ്പാടെ സങ്കടമൊക്കെ ഒന്നു. നവ്യ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നാളായിട്ട് അവൻ എന്റെ ഒരു കാര്യം പോലും നോക്കിയിട്ടില്ല. ഞാൻ ഗർഭിണിയായാലും മുതല് എന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നത് ഒന്നെങ്കിൽ നയന അല്ലെങ്കിൽ ആദർശേട്ടന്, മുത്തശ്ശി അവരെല്ലാരും കൂടെയൊക്കെ നോക്കണേ. അല്ലാതെ ഇന്ന് വരെ അവനോ അവന്റെ അമ്മയോ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു, ഓഹോ ഇപ്പൊ അങ്ങനെയല്ലേ, അപ്പൊ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലേ എന്ന് ചോദിക്കണം. എന്താ ചെയ്തേ എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് പറ്റുമോ? ഇപ്പൊ 7ാം മാസത്തെ ചടങ്ങിനുള്ള കാര്യങ്ങളെങ്കിലും ചെയ്തോ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാ? ഇപ്പോഴാണെങ്കിലോ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ആരാ? അമ്മായിയല്ലേ ഉണ്ടാക്കിയത്. ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിരുന്ന ആരാ? ഇവിടുത്തെ ആദ്യത്തെ കുഞ്ഞാണ് പിറക്കാൻ പോകുന്നത്. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ മോന്റെ കുഞ്ഞിലെ എന്റെ വയറ്റുള്ളത്. അപ്പൊ നിങ്ങളല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് ജലജയോട് ചോദിക്കാം. മുത്തശ്ശി പറഞ്ഞു, അത് മോള് പറഞ്ഞ് കൃത്യമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ തന്നെ അബിയെ നമ്മൾ കാണുന്നല്ലേ. അബിയാണെങ്കിൽ ഒരു സ്നേഹം പോലും കാണിക്കാറില്ല മോളോട്. അവൻ എപ്പോ നോക്കിയാലും അവൻ ഒന്നേ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവൻ അവന്റെ പാട് നോക്കിപ്പോ. ഇത് കേട്ടോ മുത്തശ്ശൻ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കതിനെ വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ. എല്ലാം ജലജയുടെ കയ്യിലെ കുഴപ്പം കണ്ട അവളെ എല്ലാത്തിനും ഉത്തരവാദി. അവളെ പറഞ്ഞാൽ മതി എന്ന് പറയാം. ജലജ പറഞ്ഞു, അതല്ലേലും അങ്ങനെയാണല്ലോ. അവസാനം വന്നു കഴിയുമ്പോഴത്തേനും എനിക്കല്ലേ കുറ്റം വരുവുള്ളെന്ന് പറയണം. അബിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ആകെപ്പാടെ നവ്യെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ നയന പറഞ്ഞു, ചേച്ചി സമാധാനമായിട്ടിരിക്കുക, ഇപ്പൊ തന്നെ അബിയേട്ടൻ വരുമായിരിക്കും എന്നൊക്കെ പറയണം. പിന്നീട് നയനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് നയനോട് അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല അബി എവിടെ പോയതായിരിക്കും എന്ന് ചോദിക്കുക. അറിയത്തില്ല ആദർശേട്ട, എങ്ങോട്ടാ പോയെന്നും അറിയില്ല എന്ന് പറയണം. ഒരു പക്ഷേ എങ്കില് അവൻ 2 ദിവസമായിട്ട് ശ്രദ്ധിച്ചു, നല്ല ടെൻഷനിലാണെന്ന് പറയണം. നയന പറഞ്ഞു, അത് ശരിയാ, ഞാനും ശ്രദ്ധിച്ച കാര്യമാണ്, നല്ല ടെൻഷനുണ്ട്, വേറെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ട ആദർശ് പറഞ്ഞു, അവന്റെ ടെൻഷന്റെ കാര്യമാണെങ്കിൽ ഒന്ന് സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ പെണ്ണു വിഷയം. അവന് സാധാരണ ഉണ്ടാവാറുള്ള ഇത് രണ്ടുമാണ്. ഇത് രണ്ടിലേതിലും ഒന്നായിരിക്കും എന്ന് പറയാം. എന്നാലും ഈ സമയത്തെങ്കിലും അവയാണ് ഇവിടെ കാണണ്ടല്ലായിരുന്നോ? ഒന്നുമല്ലേലും നവ്യേച്ചിയുടെ ചടങ്ങല്ലേ, ആ ചടങ്ങിന്റെ സമയത്ത് എല്ലാവരും അന്വേഷിക്കുമെന്ന് അറിയാലോ എന്ന് പറയണം. അപ്പോഴേക്കും ജലജയുടെ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ നടക്കുക. മുത്തശ്ശി ഒന്ന് ചോദിച്ചു, അല്ല നീ വിളിച്ചിട്ട് അവൻ എടുത്തില്ലെന്ന് ചോദിക്കുക. അതല്ല അമ്മ ഞാൻ പറഞ്ഞ, ഞാൻ വിളിച്ചിട്ട് കോൾ എടുത്തില്ലെന്ന്. അല്ല ഇനി നീയും കൂടെ അറിഞ്ഞിട്ടാണ് അവനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടേക്കെന്ന് ചോദിക്കുക. അതെന്ത് വർത്താനം അമ്മ പറയണേ, ഞാൻ അങ്ങനെ പറഞ്ഞു വിടുമെന്ന് ചോദിക്കുക. അല്ല നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം. ഇത് കേട്ടതും ജലജ പറഞ്ഞു, ദേ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് പറയാം. നിനക്ക് അല്ലെങ്കിൽ തന്നെ നവ്യമോള് പ്രഗ്നന്റ് ആയത് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഇനിയിപ്പോ ആ ചടങ്ങ് കൂടാനായിട്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ നീ നിന്റെ മോനോട് ചിലപ്പോൾ പറഞ്ഞു കാണുമായിരിക്കും, നീ ഇവിടെ നിൽക്കേണ്ട പോയിക്കൊള്ളാനൊക്കെ. നമുക്കറിയാവുന്ന കാര്യമുള്ളോ, നിന്റെ സ്വഭാവത്തെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാന്ന് പറയണം. ഇത് കേട്ടതും ഒന്ന് ആലോചിച്ചിട്ട് ജലജ പറഞ്ഞു, ഇതിനകത്തൊന്നും എനിക്ക് യാതൊരു ഇത് പങ്കുമില്ലെന്ന് പറയാം. അല്ലേലും അങ്ങനെയാണല്ലോ, ഈ കുടുംബത്തിലുള്ള ആർക്കും എന്റെ മോനെ കാണത്തില്ലോ എന്ന് പറയാം. അതെ അങ്ങനെ ആക്കി തീർത്ത ആരാ? നീ നിന്റെ മോനും അല്ലേ, അല്ലാതെ ഞങ്ങളാരും അല്ലോ എന്ന് പറയണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അബി അങ്ങോട്ടേക്ക് വരുവാ. അബിനെ നോക്കി എല്ലാവരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അബി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ ചോദിച്ചു, നീ എവിടെ പോയതായിരുന്നു ചോദിക്കുക. അല്ല അത് പിന്നെ മുത്തശ്ശൻ അല്ല നീ മുല്ലപ്പൂ വാങ്ങാൻ പോയെന്ന് പറഞ്ഞിട്ടാ. അത് പെട്ടെന്നാണ് അബി മുല്ലപ്പൂവിന്റെ കാര്യം ഓർത്തെ.
ആ കാര്യമൊക്കെ മറന്നുപോയി. കാര്യം അതൊക്കെ പറഞ്ഞുകൊണ്ട് പോയതാ, പക്ഷെ ആ കേസ് മാത്രം മറന്നുപോയി. അഭി പറഞ്ഞു അത് പിന്നെ അതിന്റെ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു, അതുകൊണ്ടാന്ന് പറയണേ. എന്താവശ്യം? എടാ, നിന്റെ ഭാര്യനെ ഡെലിവറിക്ക് കൂട്ടിക്കൊണ്ട് പോവാ, അതിനേക്കാളും വലിയ അത്യാവശ്യം നിനക്ക് എന്താടാ വന്നേന്ന് ചോദിക്കും. അല്ല, അത് പിന്നെ ഞാന് അബിയുടെ മുഖത്തൊരു വെപ്രാളോ വിഷമോ കണ്ടു. പെട്ടെന്ന് ആദർശ് നയനെ എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്തു. അബിക്ക് എന്തോ കാര്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ എന്താന്ന് മാത്രം അറിയത്തില്ല. പിന്നീട് മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പോ സമയം പോയല്ലേ, ഇനിയിപ്പോ ചടങ്ങുകളൊക്കെ നടക്കട്ടെ എന്ന് പറയണ. അങ്ങനെ 7-ാം മാസ ചടങ്ങുകളൊക്കെ നടത്തണം. അപ്പൊ അബിനെ അവിടെ ഇരുത്തി പിന്നീട് അതിന്റെ കാര്യങ്ങളെല്ലാം നടത്തുകയാണ്. മുത്തശ്ശനും എല്ലാവരും കൂടെ വന്ന് അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അതിനുശേഷമാണ് ഫുഡ് കഴിക്കുന്ന പരിപാടി. അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. എല്ലാം ദേവേനി തന്നെയാണ് ഉണ്ടാക്കിയത്. കറികളും കാര്യങ്ങളൊക്കെ ദേവേനി തന്നെ ഉണ്ടാക്കി. ദേവേനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സമയത്ത് കനക നന്ദുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മാറിക്കൊണ്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് കൊണ്ടുപോവാണ്. എന്നിട്ട് പറഞ്ഞു നന്ദൂട്ടാ, നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ നയനെ കൂട്ടിക്കൊണ്ട് പോകണ്ടെന്ന് ചോദിക്കും. അമ്മേ, അതങ്ങനെ എളുപ്പം നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കും. അത് നന്ദൂട്ടാ, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. എന്നാ ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ ദേവേനിയുടെ നയനയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കണമെങ്കിൽ നമ്മൾ നയനെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതിയാവുള്ളെന്ന് പറയാം. അമ്മ, പക്ഷെ ഒരു കാര്യമുണ്ട്, പക്ഷെ അത് എളുപ്പം നടക്കില്ല. എന്തേലും ഒരു കാരണമില്ല നമുക്ക് വിളിച്ചോണ്ട് പോകാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. അപ്പൊ എന്താ ചെയ്യേണ്ടത് നന്ദൂട്ടാന്ന് ചോദിക്കും. എന്തേലും ഒരു കാരണം ഉണ്ടാക്കണം എന്ന് പറയാ. കാരണം ഉണ്ടാക്കാനോ? അതെ, ഈ ചേച്ചി വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറയണ. ചേച്ചിനെ നമ്മൾ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോണെങ്കിൽ എന്തേലും ഒരു കാരണം ഉണ്ടാക്കണം. എന്താ ഉണ്ടാക്കണേ? ഒരു കാര്യം ചെയ്യാം, ആന്റീനെ തന്നെ പിടിക്കാന്ന് പറയണ. നീ എന്താ പറഞ്ഞേ? അല്ല, ദേവേനേനെ തന്നെ പിടിക്കാന്ന് പറയണ. കാരണം അവർക്ക് ഇഷ്ടമില്ലല്ലോ ചേച്ചി ഇവിടെ നിൽക്കുന്നത്, നമുക്ക് അങ്ങോട്ട് വരുത്തി തീർക്കാം. അങ്ങനെ എല്ലാവർക്കും അറിയാവുന്നേ, അവർ തമ്മിൽ ഇഷ്ടമാന്നുള്ള കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യം തന്നെ നമുക്ക് ചർച്ച ചെയ്യാന്ന് പറയണ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നയനേച്ചിയുടെ കൂട്ടിക്കൊണ്ട് പോകാന്ന് പറയണം. നയനേച്ചി വരട്ടെ, നയനേച്ചിയുടെ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറയണം. ഇത്തിരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നയനെ അങ്ങോട്ടേക്ക് വരുവാണ്. നയന വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനക അങ്ങോട്ടേക്കുന്നു. കനക എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് മോളെ? ഇപ്പോഴും അമ്മായിമ്മ പഴയ പോലെ തന്നെയാണോ മോളോട് പെരുമാറുന്ന ചോദിക്കുകയാണ്. ഇത് കേട്ടതും നയന പറഞ്ഞു, അതെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയണേ. ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു, എന്നാ പിന്നെ ചേച്ചി ഇവിടെ നിൽക്കണ്ട, ചേച്ചി കുറച്ചു ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ പറയണം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം. അതെന്താ? അതിന് ആദർശമായിട്ട് സമ്മതിക്കുമെന്ന് തോന്നില്ല എന്ന് പറയണം. ആദർശാന്റെ സമ്മതമാണോ? അത് ഞാൻ വാങ്ങിച്ചോളാം, ഞാൻ ആദർശനോട് സംസാരിക്കാന്ന് പറയണം. നയന പെട്ടു. ഇനിയിപ്പോ എന്താ മറുപടി പറയണ്ടേ? പെട്ടെന്ന് നയന പറഞ്ഞു, അതങ്ങനെ ആദർശേട്ടൻ വേണ്ട, ചേച്ചി കൂടുതലൊന്നും പറയണ്ട. ഇനിയിപ്പം അമ്മായിമ്മ എന്നാണ് ചേച്ചിനെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ചേച്ചിനെ മനസ്സ് തിരിച്ചറിയുന്നത്, അന്ന് ചേച്ചി ഇങ്ങോട്ട് വന്നാൽ മതി. തൽക്കാലത്തെ ഞങ്ങൾ പോകുമ്പോൾ ആ കൂടെ പോരെ. ഇനിയിപ്പം നവ്യേച്ചിയും കൂടെ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് ചേച്ചിനെ ഇവിടെ തന്നെ നിർത്തിയിട്ട് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. അറിയാലോ, ഒരു പക്ഷെ നവ്യേച്ചിയും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇവരൊക്കെ ചേച്ചിയുടെ മേത്തായും കുതിര കയറാൻ വരുന്നത്. മിക്കവാറും ചേച്ചിനെ ഓരോന്ന് പറഞ്ഞ് നോവിക്കും. അതിന്റെ ആവശ്യമില്ല. ഇത്രയൊക്കെ കുടുംബത്തിന് ചെയ്തിട്ട് ചേച്ചിനെ ഇവിടെ ഒറ്റപ്പെട്ട് കഴിയേണ്ട കാര്യമില്ല എന്ന് പറയണം. എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി. പിന്നീട് നന്ദു പറഞ്ഞു, ഞാൻ ആദർശനോട് പോയി സമ്മതം മേടിക്കാന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ട് പോവാണ്. നയനെ പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കനക ശ്രദ്ധിച്ചു. കനകയ്ക്ക് മനസ്സിലായി നയനയ്ക്ക് ഒട്ടും വരാൻ ഇഷ്ടമില്ല എന്നുള്ള കാര്യം. പിന്നീട് ആദർശിന്റെ അടുത്ത് നിന്നിട്ട് നന്ദു പറഞ്ഞു, ആദർശേട്ടാ, ഞങ്ങൾ പോകുന്ന സമയത്ത് ചേച്ചിനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കണം. അതെന്താ ഇപ്പൊ അങ്ങനെ? അല്ല, 2-3 ദിവസം ചേച്ചി വീട്ടിൽ വന്ന് നിൽക്കട്ടെ, നവേച്ചിനെ കൂട്ടിക്കൊണ്ട് പോവല്ലേ, ചേച്ചിക്ക് ആഗ്രഹം കാണത്തില്ലേ വീട്ടിൽ വന്ന് നിൽക്കാനായിട്ട്. അത് മാത്രമല്ല, ഇപ്പോഴാണെങ്കിലും ഇവിടെ ആന്റി ദേവയാനി ആന്റി ആണെങ്കിലും ഇതുവരെയായിട്ടും അംഗീകരിച്ചിട്ടില്ലോ ചേച്ചിനെ. കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കട്ടെ, ചേച്ചിയുടെ മനസ്സും വിഷമമായിരിക്കും നവേച്ചിയും കൂടെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, അല്ല, അവൾക്ക് സമ്മതമാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് പോക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഞാൻ വന്ന് അവളെ കണ്ടാൽ മതിയല്ലോ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദുവിന് സന്തോഷമായി. ആ പ്രശ്നം കൊണ്ട് പരിഹരിക്കപ്പെട്ടു. അപ്പൊ ഇനി കുഴപ്പമൊന്നുമില്ല, കൂട്ടിക്കൊണ്ട് പോവാം അങ്ങനെ കരുതുവാണ്. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പോകാനായിട്ട് റെഡിയായി കഴിയുമ്പോഴത്തേനും എല്ലാവരും നിൽക്കുന്ന സമയത്ത് കനക പറഞ്ഞതേ, ഞങ്ങൾ നയനമോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാന്ന് പറയണം. ഇത് കേട്ട നയനയ്ക്ക് ആകെപ്പാട് ഞെട്ടല. പെട്ടെന്ന് ദേവേന് നയനയെ നോക്കുവാണ്. അപ്പം മുത്തശ്ശൻ ചോദിച്ചു, അതെന്താ കനക നീ അങ്ങനെ പറഞ്ഞേ? അല്ല, നയനമോളെ കൂട്ടിക്കൊണ്ട് പോന്നേ, അത് പിന്നെ കുറച്ചു ദിവസം അവള് വീട്ടിൽ വന്ന് നിൽക്കട്ടെ, നവ്യനെ ഞങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ട് പോവല്ലേ, പിന്നെ അറിയാലോ അവൾക്ക് ആഗ്രഹമില്ലേ വീട്ടിൽ വന്ന് നിൽക്കണമെന്നുള്ളേ എന്നൊക്കെ പറയണം. ഇതിട്ട് മുത്തശ്ശി പറഞ്ഞു, അല്ല, നയനമോൾക്ക് അങ്ങനെ പോകാൻ ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയണം. ഈ സമയത്ത് ദേവേന് പറഞ്ഞേ, അതൊന്നും ശരിയാകത്തില്ല, അതെങ്ങനെ ശരിയാവുന്നേ? ആദർശൻ അതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയണം. പെട്ടെന്ന് ആദർശം പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മേ, കുറച്ച് ദിവസം നയന വീട്ടിൽ പോയി നിന്നോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഇടയ്ക്ക് വേണേ പോയി കണ്ടോളാന്ന് പറയണം. ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നയനമോളും കൂടെ പോട്ടെ എന്ന് പറയണം. ജലജയ്ക്കും ജാനിക്കും ഭയങ്കര സന്തോഷമായി. നയനയും കൂടെ പോവാണ്, രക്ഷപ്പെട്ടു. ചേർത്തി അനിയത്തി ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും ഒക്കെ നടത്തി അവരിയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവളും കൂടെ ഇവിടുന്ന് പോവാണ്, രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ചേട്ടത്തി അനിയത്തി ഇവിടെ നിന്ന് ഇറങ്ങും.
പിന്നെ തങ്ങളുടെ ഭരണമാണ് നടക്കാൻ പോകുന്നത്, ആ ഒരു ചിന്തയാ. പക്ഷെ ദേവേനയുടെ മുഖം അങ്ങോട്ട് മാറി. ദേവേനിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നയനെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഇനിയിപ്പോ താൻ ഇവിടെ ബലമായിട്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയം എന്താ ഏതാന്നൊക്കെ ചോദ്യവും പറച്ചിലൊക്കെ വരും. തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും. അപ്പൊ ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിൽ പെട്ടിരിക്കുവാണ് ദേവേനി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.